ഹലോ ഹായ് 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 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പ്ലാൻ ആക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഓഫ് റോഡാണ്, ഡ്യൂൺസിൽ ഓഫ് റോഡ് പോകാനാണ്. അപ്പോൾ നമ്മുടെ ആ സുഹൃത്ത് കൊളീഗും ആയ നബി ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിലുള്ളത്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ പുള്ളിയുടെ കൂടെ പോകും. ഒരു സമയം ഏകദേശം 4 മണിയായി. ഇപ്പോൾ ഒരു 4:15 പുള്ളി വരും വെഹിക്കിളും കൊണ്ട്. പ്ലേസും കാര്യങ്ങളും എനിക്കറിയില്ല, ദുബായ് തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഡ്യൂൺസിൽ ഓഫ് റോഡ് പോവുകയാണ്. അപ്പം ആളുടെ കൂടെ സെക്കൻഡ് ടൈമാണ് പോണത്. അപ്പോൾ പ്രോ ടീമിൻ്റെ കൂടെയാണ് പോണത്. സോ ഐ ആം സോ എക്സൈറ്റഡ് ആക്ച്വലി. സോ ലെറ്റ്സ് സീ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ മച്ചന്മാരെ, അങ്ങനെ നമ്മൾ ഇറങ്ങിട്ടോ. ആള് വന്ന് എന്നെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം സമയം ഇപ്പോൾ ഒരു 4:30 കഴിഞ്ഞിട്ട് 4:45. നമ്മൾ ഓൺ ദ വേ പൊക്കോണ്ട് കേട്ടോ ഓഫ് റോഡ് ചെയ്യാൻ. അപ്പോൾ ആള് രണ്ടാമത്തെ തവണയാണ് പോണത്, ഞാൻ ഫസ്റ്റ് ടൈമും. ആശാനെ പറയാ, എന്താണ് നിങ്ങളുടെ എക്സൈറ്റഡ് ആണോ? നല്ല പേടിയുണ്ട്. കാരണം ലാസ്റ്റ് ടൈം പോയപ്പോൾ തന്നെ കുറച്ച് സീനായിരുന്നു. പിന്നെ ഒരു വണ്ടി മറഞ്ഞു, അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ആയി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ടൈം പോയപ്പോൾ. അപ്പോൾ ഇപ്രാവശ്യം ഇനി എന്തുണ്ടാവും അതറിയില്ല, പോയി നോക്കി തന്നെ വേണം. ഇത് നമ്മൾ ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എനിക്ക് UAE വണ്ടി ഓടിച്ചിട്ട് 10-12 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഓഫ് റോഡ് നമ്മൾ ഫസ്റ്റാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫുൾ വ്യത്യാസമാണ്. നമ്മളൊരു കുഞ്ഞു കുട്ടി നടക്കണ പോലെയാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് നടക്കണ പോലെ തൊട്ട് തുടങ്ങണം ആക്ച്വലി. അല്ലാതെ നമുക്ക് റോഡിൽ ഓടിച്ച് കുറെ എക്സ്പീരിയൻസ് ഉള്ള കാരണം നേരിട്ട് പോയി ഓഫ് റോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതാണ് അതിന്റെ സീൻ. നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് പഠിക്കണം. അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ട്. എന്തായാലും പോയി നോക്കാം. അതെ, അപ്പോൾ ആളുടെ ചാനൽ സാൻ സ്ട്രീമർ ആണ്. സാൻ സ്ട്രീമർ 4x4 ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ അതിനകത്തും വീഡിയോസ് ഉണ്ടാവും. അതിനകത്ത് നമ്മൾ സിനിമാറ്റിക്കലൊക്കെ എടുത്തുകൊണ്ട് കുറച്ച് അടിപൊളിയായിട്ട് ചെയ്യണം കരുതുന്നുണ്ട്. അപ്പോൾ അതിനകത്തും വീഡിയോസ് ഉണ്ടാവും. ഇത് ജസ്റ്റ് വ്ളോഗ്, എൻ്റെ ഇതിനകത്ത് ഈ ചാനലിൽ വ്ളോഗ് കാര്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ കുറച്ച് ക്രേസി ആയിട്ടുള്ള വീഡിയോസൊക്കെ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും കേട്ടോ, സാൻ സ്ട്രീമറിൽ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ സ്റ്റേ ഓൺ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പവറാക്കി തരിക. നമ്മൾ വണ്ടിയുടെ കാറ്റ് കുറച്ചുകൊണ്ട് കേട്ടോ, ആള് കാറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയാണ് ബൈക്ക്? 12 12 PSI. അതുകൊണ്ട് ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ സംഭവം ഉണ്ട്. അതിനകത്ത് അറിയാൻ പറ്റും PSI. പിന്നെ ഇത് ലൈറ്റ് കണ്ടോ, അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. ആയിട്ടുള്ളൂ അല്ലേ? ഇപ്പം നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്നതിന് മുമ്പുള്ള മെയിൻ കേസ് എന്ന് പറയുന്നത് നമ്മൾ ടയർ പ്രഷർ കുറയ്ക്കണം ആക്ച്വലി. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമൽ നമ്മൾ 32 ഒക്കെയാണ് ഒരു നോർമൽ ടയർ പ്രഷർ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പോകുമ്പോൾ ഒരു 12 ഒക്കെ ആക്കണം ആക്ച്വലി. അപ്പോൾ അതിനുള്ളൊരു ടൂളാണ് ഇത്. നമുക്കിത് വെച്ചിട്ട് ഇതിൻ്റെ ട്യൂബ് അഴിക്കാൻ പറ്റും, ടയർ കളയാം. 12 PSI ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തിട്ട് എയർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കാണാം എയർ പോകുന്ന സൗണ്ടും കേൾക്കാൻ പറ്റും. നമുക്കൊന്ന് ഇപ്പം ചെക്ക് ചെയ്ത് നോക്കാം എത്രയെന്ന്. ഇത് അതിനുള്ളൊരു ടൂളാണ്. ഒരു 16.5 അതിൻ്റെ ഓൾറെഡി. നമുക്ക് 12 ആണ് വേണ്ടത്. അപ്പോൾ ഇനി ഫുൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കുറയ്ക്കാം. നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ എയർ പോകും ഈ ടൂൾ വെച്ചിട്ട്. ആയിട്ടുള്ളൂ. 12 ആവണല്ലേ? അവസാനം വേറെ ലെവൽ ലുക്കിലാണല്ലോ ഇറങ്ങിക്കണത്. 2 വണ്ടിയിലേക്ക് തൂങ്ങി കിടക്കണ്ടല്ലോ. എത്രയായി? 13 ആയി. 12 ആയിട്ടുണ്ട്. ഇതെന്താ ടൈറ്റ് ആക്കിയോ നിങ്ങൾ? ടൈറ്റ് ആക്കിയോ? ടൈറ്റ് ആക്കി. ഓക്കെ. പിന്നെ ഇപ്പം ടയർ പ്രഷർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് കേസ് എന്ന് പറയുന്നത് ഫ്ലാഗാണ്.
അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്ലാഗ് പോള് പറഞ്ഞ സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഈ ഫ്ലാഗ് നമ്മൾ അതിൽ ഫിക്സ് ചെയ്യണം. ഓക്കെ ഉണ്ട് പോലെ ടയറിന്റെ കാറ്റെല്ലാം കുറച്ച് നമ്മൾ ഇവിടുന്ന് എടുത്ത് നമ്മുടെ കുറേ ഒപ്പം അതിൽ കുറേ വെഹിക്കിൾസ് ഓൾറെഡി പോയിട്ടുണ്ട്. ഒരു 3-4 വെഹിക്കിൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താട്ടോ ഈ വണ്ടി അതുപോലെ ഈ വണ്ടി ഇതൊക്കെ നമ്മുടെ കൂടെ വരാനാണ്. കുറച്ച് ടീം ഇതിൽ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു എക്യുപ്മെന്റ്സും കൂടി ഉണ്ട്, വോക്കി ടോക്കി. മെയിനായിട്ട് 3 കാര്യമാണ് ഏറ്റവും മിനിമം വേണ്ടത് ഓഫ് റോഡിന്. ഒന്ന് ടയർ പ്രഷർ നമ്മൾ റെഡ്യൂസ് ചെയ്യണം, പിന്നെ ഫ്ലാഗ് വേണം, പിന്നെ ഈ റേഡിയോ വേണം, വോക്കി ടോക്കി. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ടീം ലീഡ് പറയുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ നമുക്ക് ഈ കോൺവേ പോണ സമയത്ത് ആ ടീം ലീഡ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കേൾക്കാനും പിന്നെ നമുക്ക് തിരിച്ചെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറയാനും ആണ് നമ്മൾ ഈ വോക്കി ടോക്കി യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അതിവിടെ കാണാം. നമുക്കൊരു അഡീഷണൽ സ്വിച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ സ്വിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ABS-ഉം പിന്നെ ട്രാക്ഷൻ കൺട്രോളും ഉണ്ടാവും നോർമലി. അപ്പം നമ്മൾ ഈ ഡെസർട്ടിൽ 4 വീൽ ഡ്രൈവിൽ പോകുന്ന സമയത്ത് ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഫുൾ ഇങ്ങനെ ഈ ബ്രേക്ക് പിടിക്കും, ട്രാക്ഷൻ കൺട്രോളൊക്കെ ആക്റ്റീവായിട്ട് ഇതാവും. അപ്പം നമുക്ക് ABS-ഉം ട്രാക്ഷൻ കൺട്രോളും ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഡെസർട്ടിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസേബിൾ ചെയ്യണം. അതിനുള്ള സ്വിച്ചാണ് ഇത്, കിൽ സ്വിച്ച് എന്ന് പറയാം. അപ്പം നമ്മളിത് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ABS-ഉം ട്രാക്ഷൻ കൺട്രോളും വർക്ക് ആവില്ല. നമുക്കിവിടെ വാണിംഗ് കാണാൻ പറ്റും. ഞാനത് ഓണാക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷനാണ് ഇത്. അപ്പോൾ ഇതാണ് ആളുടെ വോക്കി ടോക്കി. പറഞ്ഞല്ലോ അവസാനം ഒരെണ്ണം ആവശ്യമുള്ളൂ ആക്ച്വലി ഇതിൽ. കാരണം നമ്മൾ അപ്പോൾ ഇതാണ് സംഭവം. ഇതിനകത്ത് പാട്ടൊക്കെ കേൾക്കാൻ പറ്റും, റേഡിയോ ഒക്കെ ഇട്ടുകാണ്ട് കൊള്ളാൻ പോകാൻ പറ്റി. സോ ഇതുപോലത്തെ ഒരു സാധനം നമുക്കൊരു 2-3 വാങ്ങണം നാട്ടിൽ പോകുമ്പോൾ, ബൈക്കും കൊണ്ട് പോകുമ്പോൾ. നെക്സ്റ്റ് ടൈം എന്തായാലും നാട്ടിൽ പോകുന്നതിന് മുന്നേ എന്തായാലും വോക്കി ടോക്കി ഒരു 3-4 അടുത്ത് കൈ പിടിക്കണം. കിടക്കട്ടെ, പിള്ളേർ കൊടുക്കുക, ഒരേ പൊളി. ആശാനം ഇവിടെ സെറ്റ് ചെയ്യണ്ട കിട്ടുമ്പോൾ, കാരണം ഇതിനൊക്കെ ഓരോരോ ഫ്രീക്വൻസി ഉണ്ട് ആകുമ്പോൾ. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ടീം ലീഡ് പറഞ്ഞിട്ടുണ്ടാവും ഏത് ഫ്രീക്വൻസിയിലാണ് നമ്മൾ നമ്മുടെ റേഡിയോ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞു കാണും. അപ്പോൾ നമ്മൾ ആ ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്യണം ആക്ച്വലി. എന്നിട്ട് ഒരു റേഡിയോ ചെക്ക് ഉണ്ടായിരിക്കും. നമ്മളെ ബ്രീഫ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് നമ്മുടെ റേഡിയോ ഓക്കെ അല്ലേ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ആ ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ നോക്കാം. പിന്നെ മച്ചന്മാരെ ഞാൻ കോപ്പറോടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസൊക്കെ ഞാൻ 2 ദിവസം മുന്നേ ആമസോണിൽ നിന്ന് ഇറക്കിയതാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ, ഗോപ്രോൻ്റെ മൈക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള കണക്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മൈക്കിൻ്റെ റിസീവറാണത്, അതിൻ്റെ ഓക്സ് കേബിൾ. അങ്ങനെ കേസ് ഇത് ഫുള്ള് സെറ്റായി നിൽക്കാനുള്ള കേസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. പിന്നെ ഇത് ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. ഇത് അത്ര ക്വാളിറ്റി ഇല്ല, ലോക്കൽ സാധനമാണ്. നോക്കുക, കാരണം ഡ്യൂൺസിലൊക്കെ പോകുമ്പോൾ തിരിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ വരുന്ന ടൈമിൽ ഇത് കിടന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് റിമൂവ് ചെയ്തിടും. പിന്നെ നേരെ എൻ്റെ കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ട്, പണ്ടുണ്ടായിരുന്ന സ്റ്റിക്ക്. ഈ സ്റ്റിക്കിനകത്തായിരിക്കും പിന്നെ റെക്കോർഡ് ചെയ്യുക. നടന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് മൊബൈലും വെക്കാൻ പറ്റും. സോ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ടീമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഗായ്സ്, നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടാ ടേക്ക് ഓഫ് ആക്കി ഫ്ലാഗെല്ലാം സെറ്റാക്കി നമ്മളിങ്ങനെ ഗോപ്രോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീമാണിത്. ഞങ്ങളോടൊന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ മച്ചന്മാരെ നല്ല എക്സൈറ്റഡ് ആണ്. ഈ കാണുന്നുണ്ട് നമ്മുടെ ടീം. ഇതാണ് മറ്റേ നമ്മൾ കൊണ്ടുപോയ വേറെ ടീമാണ് ഈ പോണത്. അപ്പം നമ്മൾ അവരെ ഫോളോ ചെയ്തിട്ട് നമ്മൾ അവസാനാക്കണം ഇവിടെ. ഇതാണ് നമ്മൾ ടീം. ഏരിയ ഒരേ വൈബാട്ടാകുമ്പോൾ ഒരു വണ്ടി മേലെ കൂടി കയറി പോകേണ്ടി അത് പോയി പോകണോ പോനെ. ഇത് നമ്മുടെ കൂടെയുള്ള വണ്ടി ഉണ്ട് കേട്ടോ, ഒരേ പൊളി. എൻ്റെ പൊന്നട മോനി. ഇവിടെ ഫസ്റ്റത്തെ ഒരു ക്രൂ പോകുന്നുണ്ട്. അതിൻ്റെ ലീഡ് ചെയ്യണതാണ് ഫ്രണ്ടിലെ പ്രാഡോ 2 ഡോറ്. അപ്പോൾ അവർ മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഒരു ലൈനപ്പായിട്ട് ഒരു ഫസ്റ്റ് ടീമായിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ നമുക്ക് നമ്മളോട് വേറെ ടീം ഉണ്ടാവും. നമ്മള് കയറി ചിലപ്പോൾ ഇതിനെ യു അടിച്ച് ഇറങ്ങി വരും. ആ യു അടിക്കുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള വണ്ടി എടുത്തേക്കുന്ന ട്രാക്ക് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി ഇൻ കേസ് പവർ കുറഞ്ഞു, നിങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും പവർ ലോസ് ആയി, വണ്ടി ഡൗൺ ആയി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് വലിച്ച് ഇതിലേക്ക് എത്തിക്കാൻ പഠിക്കരുത്. നിങ്ങളുടെ ബാക്ക് ഒരു സൈഡിലേക്ക് സ്ലിപ്പ് ആവും, റോൾ ഓവറിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അതിന് നിൽക്കരുത്. നമ്മൾ
ഇവിടെ കയറി നിങ്ങൾക്ക് പവർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഇറങ്ങിക്കോളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ സേഫ് ആയിട്ട് ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ നിങ്ങൾ സെക്കൻഡ് അറ്റംപ്റ്റ് ട്രൈ ചെയ്യരുത്, നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ബാക്കിയുള്ള നിങ്ങളുടെ പുറകിലുള്ള വണ്ടികൾ ആ സെയിം ട്രാക്ക് എടുത്തിട്ട് അവർ ഇറങ്ങിപ്പോവും. ഫ്രീ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് റീട്രൈ വേണമെന്ന് പറഞ്ഞാൽ മതി, നമ്മളെല്ലാവരും ഹോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ ഫുൾ റണ്ണപ്പിൽ എന്താ വേണമെന്ന് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ ട്രൈ ചെയ്യാം. ഓക്കെ, ഒരു വണ്ടി കോൺവോയിന്ന് പൊസിഷൻ തെറ്റി കിട്ടാനായിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് അപ്പൊ തന്നെ ആ കോൺവോയുടെ ഇടയിലേക്ക് കയറാൻ ശ്രദ്ധിക്കരുത്. നിങ്ങൾ സൈഡിൽ വെയിറ്റ് ചെയ്യുക. ബാക്കിയുള്ള വണ്ടികൾ പാസ് ചെയ്തിട്ട് ബാക്കിലുള്ള വണ്ടി നിസാൻ Y61 ആണ്, ബേസിലായിരിക്കും ബാക്കിൽ ഉണ്ടാവുക. അപ്പോൾ ആളെന്തായാലും വെയിറ്റ് ചെയ്യും. അപ്പോൾ ആളുടെ മുന്നിലേക്ക് കയറാം. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും ഗ്യാപ്പ് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ ആ സമയത്ത് നമ്മൾ റീഅറേഞ്ച് ചെയ്യും കോൺവോയ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ഇടയിൽ കയറാൻ ശ്രമിക്കരുത്. പിന്നുള്ളത് നമ്മൾ നമ്മൾ സ്വിച്ചിങ് ചെയ്യാൻ പ്ലാൻ എന്ന് വെച്ചാൽ വലിയ സ്വിച്ചിങ് ചെയ്യില്ല, ചെറിയ ഡ്യൂൺ നമ്മൾ മുകളിൽ കയറി ഇവിടുന്ന് നമ്മൾ താഴത്തേക്ക് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് നമ്മൾ ഇറങ്ങും. അപ്പൊ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് ഷാർപ്പായിട്ടുള്ള ക്രസ്റ്റ് ഇപ്പൊ ചൂടായതുകൊണ്ട് അപ്പൊ നമ്മൾ കയറുന്ന ഇപ്പൊ ഫ്രണ്ടിലുള്ള വണ്ടി ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതെന്ന് പറയുന്നത് ട്രാക്ക് തെറ്റാണ്ട് ശ്രദ്ധിക്കുക. വണ്ടി ഫ്രണ്ടിലുള്ള വണ്ടി വന്ന് കയറുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ കോൺവോയ് ഫോളോ ചെയ്യുക. നമ്മൾ ഇവിടെ വന്ന് ലേശം റിഡ്ജിൽ ഓടിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇവിടുന്ന് ചാടരുത്. താഴത്തെ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല, വണ്ടിക്ക് വേറെ ഡിസഡ്വാൻറ്റേജ് ആണ്, പലതും തട്ടാനും മുട്ടാനും സാധ്യതകളുണ്ട്. പിന്നെ ഉള്ളത് ഫ്രണ്ടിലുള്ള വണ്ടി, ലീഡ് എടുക്കുന്ന വണ്ടി ഈ ട്രാക്ക് എടുത്ത് ഇതിലെ വന്നിട്ട് ഇങ്ങനെയാണ് മറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കയറി ഇങ്ങോട്ട് മറിക്കാൻ നോക്കരുത്. ആ ട്രാക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, സ്റ്റാർട്ടിങ് മുതൽ ട്രാക്ക് കിട്ടിയില്ലെങ്കിൽ ട്രാക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊണ്ട് രണ്ടാമത് വരെ വെയിറ്റ് ചെയ്യുക. ബാക്കിയുള്ള വണ്ടികൾ പാസ് ചെയ്തതിനു ശേഷം നിങ്ങൾ രണ്ടാമത് കുറച്ചും കൂടി പവറിൽ വരാം. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാണ്ടിരുന്നത് നിങ്ങൾ മൊമെന്റം കുറവായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് കുറച്ചും കൂടി മൊമെന്റത്തിൽ നിങ്ങൾ കയറി വരാം, നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം, ഈസിലി സ്വിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ വലിയ ട്രാക്ക്, നമ്മളിന്ന് ന്യൂബി കോൺവോയ് ആണ് നമ്മൾ എടുക്കുന്നത്, ചെറിയ ഡ്രൈവ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ലെവലിലുള്ള ഡ്രൈവ് എടുക്കുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും നല്ല ട്രാക്ക് കണ്ടാൽ ആരെങ്കിലും ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പറയാം. അപ്പൊ അവര് ഹോൾഡ് ചെയ്താൽ മതി, ബാക്കിയുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോ ബാക്കി എല്ലാവരും അത്യാവശ്യം 1-2 ഡ്രൈവ് ആയിട്ടുള്ളവരല്ല, ഒരു ഡ്രൈവ് അല്ലെ, മറ്റൊരു ഡ്രൈവ്. ഓക്കെ, ആ ലാസ്റ്റ് ഡ്രൈവിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നോ? സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റക്ക് ആവാന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. ഓക്കെ, അപ്പൊ അതിലൊരു നാണക്കേടോ മടിയോ ഒന്നും വിചാരിക്കേണ്ടായിരുന്നു. നമ്മളെല്ലാ മാർഷലും ഇപ്പൊ ഗിരീഷ് ആണെങ്കിലും 500-600 ഡ്രൈവ് കഴിഞ്ഞിട്ടുള്ളവരെ സ്റ്റക്ക് ആയിട്ട് പഠിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിലൊരു മടി വിചാരിക്കണ്ട. പിന്നെയുള്ളത് നമ്മള് ഇറങ്ങി വരുമ്പോ നമ്മളിപ്പോ ബീഡ് ലോക്ക് അല്ലാത്ത വീൽസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി ഇറങ്ങി വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലെ ടയറിലായിരിക്കും പ്രഷർ കൂടുതലുള്ളത്. നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ട്രാക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് കുറച്ച് ഷാർപ്പായിട്ട് ഫ്രണ്ടിലുള്ള വണ്ടികൾ ടേൺ എടുത്ത് പോയിട്ടുണ്ടാവും. ആ ബാക്കിയുള്ള വണ്ടികൾക്ക് ബീഡ് ലോക്കുകളുണ്ട്, അവർ സേഫ് ആണ്. നിങ്ങളുടെ വണ്ടിയിൽ ബീഡ് ലോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഷാർപ്പായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇറങ്ങി വരുന്ന ആംഗിളിൽ നിങ്ങൾ സ്റ്റിയറിംഗ് ഫുൾ തിരിക്കരുത്. നിങ്ങൾ കുറച്ചൊന്ന് ഫ്രണ്ടിൽ പോയിട്ട് ചെറുതായിട്ട് തിരിച്ച് നിങ്ങൾ ട്രാക്ക് പിടിച്ചോന്നാലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമുക്ക് ബീഡ് ലോക്ക് ഇല്ലാത്ത വണ്ടികൾ നമുക്ക് ടയറിൽ പ്രശ്നം വരുമ്പോൾ പോപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് സ്റ്റക്കായി കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് റിവേഴ്സ് ആണോ ഫ്രണ്ട് ആണോ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഹോൾഡ് ചെയ്യുക, ബേസിൽ ഗൈഡ് ചെയ്യും. ബേസിൽ എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിൽ ഞാൻ ഗൈഡ് ചെയ്യും. ഒരു ചെറിയ കോൺവോയ് ആണ് ഇന്ന്. പിന്നെ ഉള്ളത് നമ്മൾ ബ്രേക്ക് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിർത്തുക. നമ്മള് വണ്ടി കുറച്ച് കയറ്റത്ത് കൊണ്ടുവന്ന് നമ്മൾ കയറ്റി നിർത്തരുത്. നമ്മൾ ഇറക്കി നിർത്തുന്നതുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്, എന്തായാലും നമ്മളത് പ്രിഫർ ചെയ്യുന്നില്ല. നമ്മൾ നിരപ്പായിട്ടുള്ള സ്ഥലത്ത് ഇപ്പൊ ബ്രേക്കിന് വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ലൈനിൽ തന്നെ നിൽക്കണമെന്നില്ല. സൈഡിൽ വന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ളത് വെച്ചാൽ നിങ്ങൾ സേഫ് ആയിട്ട് കൊണ്ട് നിർത്തിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് ഗിയറുകളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാലോ. നമ്മൾ പവർ വേണമെന്നുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക, ഡൗൺ ചെയ്യുക, അത് കുറച്ചും കൂടി പവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മളൊരു മിനിമം 3 to 4 കാറിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ക്രിസ്റ്റ് നമ്മൾ കയറി ഒന്നില്ലെങ്കിൽ സ്വിച്ച് ചെയ്ത് അങ്ങോട്ട് പോകാനാണെങ്കിലും കയറി ഇങ്ങോട്ട് ഇറങ്ങാനാണെങ്കിലും നമ്മൾ ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ ഫ്രണ്ടിലത്തെ വണ്ടി സ്റ്റക്ക് ആകുമ്പോൾ പുറകിൽ നമ്മൾ പോയിട്ട് അതിന്റെ പുറകിൽ പോയിട്ട് നമ്മൾ സ്റ്റക്ക് ആവും. ഫ്രണ്ടിലത്തെ വണ്ടി കുറച്ചും കൂടി സേഫ് ആംഗിളിലായിരിക്കും, നമ്മൾ ചിലപ്പോൾ കുറച്ച് ഡേഞ്ചറിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ 4 വണ്ടി, പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കയറി ഇറങ്ങുകയാണെങ്കിൽ ഓരോരുത്തരായിട്ട് ഇത് ചെയ്താൽ മതി. നമ്മളവിടെ ഹോൾഡ് ചെയ്യാൻ നമ്മൾ പറയാം, ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്യാൻ പറയുമ്പോൾ ഓരോരുത്തരായിട്ട് മാത്രം ട്രൈ ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ കയറി ട്രാക്ക് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ട്രാക്കൊക്കെ നമ്മൾ കയറി ക്രസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഗ്യാപ്പ് ഇടുക, സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ കയറി പോവാം. ഫ്രണ്ടിലത്തെ വണ്ടി എങ്ങാനും സ്റ്റക്ക് ആണെങ്കിൽ എനിക്കിവിടെ സൈഡിൽ ഗ്യാപ്പ് ഉണ്ട്, ഞാൻ ഓവർടേക്ക് ചെയ്ത് പോയിക്കൊള്ളുന്ന ആരും ചെയ്യരുത്, ഭയങ്കര ഡേഞ്ചർ ആണ്. ഫ്രണ്ടിലത്തെ വണ്ടി, നിങ്ങളുടെ ഫ്രണ്ടിലെ വണ്ടി സ്റ്റക്ക് ആണ്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് സേഫ് ആയിട്ട് ഇറങ്ങിപ്പോ താഴെ വെയിറ്റ് ചെയ്യുക. ഈ വണ്ടി റിക്കവർ ചെയ്തതിനു ശേഷം നമ്മൾ രണ്ടാമത്തെ ട്രൈ ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ
എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം. പിന്നെ ചെറിയ ഡ്രൈവ് ആയിരിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ റേഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വണ്ടി സീനിയേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് വേണം, റേഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്താണെങ്കിലും. ഓക്കെ. പിന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ വലിയ ഇതുപോലത്തെ ക്രോസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഇൻസ്ട്രക്ഷൻസ് തരാണെങ്കിൽ നിങ്ങൾ റേഡിയോ എടുത്ത് ഓക്കെ അല്ലെങ്കിൽ കേട്ടു എന്ന് പറയാൻ വേണ്ടി റേഡിയോ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് മതി. ഓക്കെ. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ആൻസർ ചെയ്യാം. സേഫ് ആയിരിക്കും മാത്രം റേഡിയോ യൂസ് ചെയ്യാം. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഇതാണ്. ഓക്കെ. അപ്പോൾ ശരി, നമുക്ക് എന്നാൽ പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടിയുള്ളൂ. ഓക്കെ. സെക്കൻഡ് ചാക്കോച്ചൻ നിന്നു. ഓക്കെ. പിന്നെ ഉള്ളത് തേർഡ് ജോസഫ് ഡ്രൈവ് ആയിട്ടില്ല. തേർഡ് ജോസഫിന് ഈ പജേറോ. അതിന്റെ പുറകില് ഫാരിസ് നിന്നോ. ഫാരിസിന്റെ പുറകില് നവീൻ നിന്നോ കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കില് ബേസിലുണ്ടോ. അപ്പൊ എല്ലാരും ഞാൻ പറഞ്ഞ പോലെ സേഫ് ഡിസ്റ്റൻസ് ഇടാം. നമ്മള് ഫ്ലാറ്റ് ട്രാക്കിലാണ് പോണേ, നമുക്ക് ഫ്രണ്ടിലുള്ള വണ്ടി കാണാം. സേഫ് ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഈ ക്ലൈംബും കാര്യങ്ങളൊക്കെ ഞാൻ ഗിയർ ഡൗൺ ചെയ്യും, പവർ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ ഗ്യാപ്പ് ഒരുപാട് ആവരുത്. നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ ട്രാക്കും കാണണം നമുക്ക്. അപ്പോൾ ഇൻ കേസ് അതിന്റെ കൂടെ പറയാനുള്ളത്, ട്രാക്ക് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളൊരു സാധനം കയറി വന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ കുറെ ട്രാക്ക് കാണുന്നുണ്ട്, വണ്ടികൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് ട്രാക്ക് മിസ്സായി എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ ബാക്കിൽ എന്തായാലും ബേസിലുണ്ട്, ബേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ വന്ന് നമുക്ക് തിരിച്ച് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. യാതൊരു ഇഷ്യൂസും ഇല്ല. പഠിക്കാൻ വേണ്ടിയാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ പഠിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, കുറച്ച് ഫണ്ണും എൻ്റെ ഒപ്പം നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ശരി. ഗൈസ്, നമ്മളിപ്പോ റെക്കോർഡ് ചെയ്യണത് ഗോപ്രോയിലാണ്. നിങ്ങൾക്ക് വിഷ്വൽ കാണാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം നല്ല വൈഡ് ആംഗിളിലാണ് സെറ്റ് ചെയ്തിരിക്കണത്. അപ്പോൾ ചെറിയൊരു സ്പേസ് സൈഡ് മറയുന്നുണ്ട്. അത് കുറച്ച് ചിലപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാറ്റി സെറ്റ് ചെയ്യാം. ഒരു രക്ഷയില്ല. ശരിക്കും മറ്റേ ബോട്ടിലൊക്കെ പോണ സെയിം ഫീലിംഗ്. അങ്ങനെ ഒഴുക്കിനിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര പൊളി വൈബാട്ടോ പജേറോ, ഒന്നും പറയാല്ല. റോട്ടിൽ ഓടിച്ചപ്പോൾ തന്നെ നമുക്ക് ഈ ചെറിയ ടേണിംഗ് ഒക്കെ വരുന്ന ടൈമിൽ ഭയങ്കര ഫീലാകും, വേറൊരു ഫീലാകുമ്പോൾ നോർമലി ഒരു വെഹിക്കിളിനകത്ത് പോണ മാതിരിയല്ല. അപ്പോൾ അത് ഡൂൺസിൽ ഈ ഓഫ് റോഡ് പോകുമ്പോൾ ശരിക്കും ഈ വണ്ടിയുടെ ഒരു ഫീല് നമുക്കറിയാൻ പറ്റും. ഭയങ്കര കംഫർട്ടബിളാ, ഒരു രക്ഷയില്ല, ഭീകരം. ഫ്രണ്ടില് പോണത് ഒരു റാംഗ്ലറാണ്, ബാക്കിലൊരു നിസാൻ പെട്രോളും ഉണ്ട്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് വെഹിക്കിളാണുള്ളത്. അത് പജേറോ 2 ഡോർ ഉണ്ട്, പിന്നെ ലാൻഡ് ക്രൂയിസർ ഉണ്ട്, ഒരുപാട് വെഹിക്കിൾ ഉണ്ട്. പിന്നെ 2 ടീമായിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കണത് ഇപ്പോ. അല്ലാച്ചാന അതെ, അതായത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വേറൊരു ടീമും പിന്നെ നമ്മളെ പോലെയുള്ള പുതിയ ആൾക്കാർ ഒരു ടീമും. ഇപ്പൊ ഇതിലാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 4 വണ്ടിയുള്ളൂ പുതിയത്. പിന്നെ ഫ്രണ്ടിൽ ലീഡ് എടുക്കുന്ന ആള് പിന്നെ എക്സ്പീരിയൻസ് ആണ്, ബാക്കിൽ വരുന്ന ആളും എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾ 4 വണ്ടി മാത്രമാണ് പുതിയ വണ്ടികളുള്ളൂ. അങ്ങനെ ഇതൊരു ചെറിയൊരു കോൺവേ ആണ് ആക്ച്വലി. നമ്മൾ പുതിയ ആൾക്കാരായതുകൊണ്ട് അവർ പറഞ്ഞു അധികം ഹാർഡായിട്ടുള്ള ട്രൈ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വരനോടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു സ്കീമിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്.